ഇംഗ്ലീഷ് മാസ്റ്റർ 2024 എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. സോ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഗ്രാമറിൻ്റെ ക്ലാസ് ആണ്. സോ നമ്മൾ ഇന്നത്തെ ഗ്രാമറിൻ്റെ ക്ലാസ്സിൽ നോക്കാൻ പോകുന്നത് വെർബാണ്. വെർബ് എന്ന് വെച്ചാൽ എന്താണെന്നും പിന്നെ അതിൻ്റെ ടൈപ്പുമാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. വെർബ് എന്ന് വെച്ചാൽ ഒരു ആക്ഷനാണ്, അതെന്താണെന്ന് നമുക്ക് നോക്കാം. പിന്നെ അതിൻ്റെ 2 ടൈപ്പും നമുക്ക് നോക്കാം. സോ അപ്പോൾ നമുക്ക് ഒട്ടും ലേറ്റ് ആക്കാതെ തന്നെ വേഗം തന്നെ ക്ലാസ്സിലേക്ക് പോവാം. അപ്പോൾ നോക്കാം. വെർബ് ഈസ് എ വേർഡ് used to tell or assert something about some person, thing, action word. എന്നുവെച്ചാൽ വെർബ് എന്ന് പറഞ്ഞാൽ ഒരു ആക്ഷൻ ആണ്. നേരത്തെ പറഞ്ഞ പോലെ ആക്ഷൻ വേർഡ് ആണ് വെർബ്. സോ അത് വന്നിട്ട് വെർബ് ഈസ് എ വേർഡ് എന്ന് വെച്ചാൽ വെർബ് ഒരു വാക്കാണ്. അത് നമ്മൾ സൂചിപ്പിക്കുന്നത് അല്ലെങ്കിൽ പറയുന്നതോ നമ്മൾ സംതിങ്, അതായത് ഒരു വസ്തുവിനെയോ അല്ലെങ്കിൽ ഒരു ആൾക്കാരെയോ ആണ് നമ്മളത് സൂചിപ്പിക്കുന്നത്. അതിനെയാണ് നമ്മൾ വെർബ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് അതിൻ്റെ എക്സാമ്പിൾ നോക്കാം. റാണി റൈറ്റ്സ് എ ലെറ്റർ. റാണി ഒരു എഴുതുന്നു എന്ന് വെച്ചാൽ റാണി ഒരു എഴുതി എന്നാണ് ഇത് വരുന്നത്. എങ്ങനെയാന്ന് വെച്ചാൽ ഇപ്പോൾ ഇതൊരു ആക്ഷൻ ആണ്. എഴുതി എന്ന് പറഞ്ഞാൽ അതൊരു ആക്ഷൻ ആണ്. സോ അതുകൊണ്ടാണ് അതിനെ വെർബ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് അടുത്തത് നോക്കാം. ആം, ഈസ്, ആർ, വാസ്, വെയർ, ടു ബി. ഇതെല്ലാം നമുക്ക് സൂചിപ്പിക്കാനായിട്ട് പറയുന്നതെങ്കിലും സിംഗുലർ ഇതായിട്ടാണ് വരുന്നത്. ഇപ്പൊ നമുക്ക് സിംഗുലറും പ്ലൂറലും രണ്ടും വരും. അപ്പൊ നമുക്ക് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. എക്സാമ്പിൾ നോക്കി നമുക്ക് കുറെ മനസ്സിലാവും. ഐ ആം യങ്, ഞാൻ ചെറുപ്പക്കാരനോ അല്ലെങ്കിൽ ചെറുപ്പക്കാരിയോ ആണ് എന്ന് പറയുന്നത്. സോ ഐ ആം, ഇവിടെ ആം എന്ന് പറഞ്ഞാൽ ഒരാളെയാണ് സൂചിപ്പിക്കുന്നത്. അതിനെയാണ് നമ്മൾ സിംഗുലർ എന്ന് പറയുന്നത്. പിന്നെ ദേ ആർ പാർട്ട്നേഴ്സ് എന്നുവെച്ചാൽ അവര് പാർട്ട്നേഴ്സ് ആണ് എന്ന് പറയുന്നതാണ്. ഇവരിപ്പോ ദേ ആർ എന്ന് വെച്ചാൽ ഒത്തിരിയും പേരുണ്ട്. അപ്പൊ അതിനെയാണ് പറയുന്നത്. അതാണ് നമ്മൾ പ്ലൂറൽ എന്ന് പറയുന്നത്. ടു ഹാവ്. പിന്നെ അടുത്ത് നമുക്ക് നോക്കാം. ഹാവ്, ഹാസ്, ഹാഡ്. ഇതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. പിന്നെ ഐ ഹാവ് എ പെൻ. ഐ എന്ന് വെച്ചാൽ ഒരാളാണ്, അതിന് നമ്മൾ സിംഗുലർ എന്ന് പറയും. ഐ ഹാവ് എ പെൻ. ദേ ഹാഡ് ടു ലീവ് ദെയർ വില്ലേജ് എന്ന് വെച്ചാൽ അവര് വില്ലേജിൽ നിന്ന് വിട്ടു പോവാണ് എന്നാണ് പറയുന്നത്. സോറി, ദേ ഹാഡ് ടു, അവരവിടെ വില്ലേജിൽ താമസിക്കുവാണ് എന്നാണ് പറയുന്നത്. ദേ എന്ന് വെച്ചാൽ ഒരുപാട് പേരുണ്ട്, അതിനെയാണ് നമ്മൾ ഇത് സൂചിപ്പിക്കുന്നത്. പിന്നെ വില്ല്, വുഡ്, ഷാൾ, ഷുഡ്, ക്യാൻ, കുഡ്, മേ, മൈറ്റ്, മസ്റ്റ്, ഔട്ട് ടു, ഡു, ഡസ്, ഡിഡ്, നീഡ്, ഡെയർ. ഇതെല്ലാമാണ് നമ്മൾ വെർബിന്റെ ഒരു വേർഡ്സുകളാണ് നമ്മൾ പറയുന്നത്. സോ അപ്പോൾ നമുക്ക് അതിന്റെ എക്സാമ്പിൾ നോക്കാം. ദ എലിഫന്റ് ഹാസ് എ ട്രങ്ക്, അതായത് എലിഫന്റിന് ഒരു കൊമ്പുണ്ട്. ദ ഗേൾ ഹാവ് ബുക്ക്, ആ പെൺകുട്ടിക്ക് പുസ്തകമുണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ സിംഗുലർ വരുമ്പോഴത്തേക്കും സിംഗുലറും പ്ലൂറലും ആണ് ഇത് പറയുന്നത്. വെച്ചാൽ സിംഗുലർ വരുമ്പോഴത്തേക്കും ദ എലിഫന്റ് എന്ന് വെച്ചാൽ ഒരു എലിഫന്റേ ഉള്ളൂ. ദ ഗേൾസ് എന്ന് വെച്ചാൽ ഒത്തിരി പെൺകുട്ടികളുണ്ട്. അത് ഞാൻ ഇങ്ങനെ പറയുന്നത്. അപ്പൊ നമുക്ക് നോക്കാം. ഇഫ് എ സബ്ജക്ട് ഈസ് എ സിംഗുലർ ദെൻ ദ വെർബ് ഈസ് ആൾസോ സിംഗുലർ. എന്ന് വെച്ചാൽ സബ്ജക്ട് വന്നിട്ട് സിംഗുലർ ആണെങ്കിൽ വെർബും സിംഗുലർ ആയിട്ട് വരും. ഓക്കെ, ഇഫ് എ സബ്ജക്ട് ഈസ് പ്ലൂറൽ ദെൻ ദ വെർബ് ഈസ് ആൾസോ പ്ലൂറൽ. എന്ന് വെച്ചാൽ സബ്ജക്റ്റും പ്ലൂറൽ ആണെങ്കിൽ വെർബും അത് തന്നെയായിരിക്കും, പ്ലൂറൽ ആയിട്ടേ വരത്തുള്ളൂ. എന്നുവെച്ചാൽ ഒരു സബ്ജക്റ്റ്, അതായത് സിംഗുലർ എന്ന് പറഞ്ഞാൽ മനസ്സിലായാലും ഒരാളെയാണ് സൂചിപ്പിക്കുന്നത്. ആ ഒരാൾ വരുവാണെങ്കിൽ വെർബിലും അത് തന്നെയാണ് വരുന്നത്. സബ്ജക്റ്റ് അതാണെങ്കിൽ വെർബും അത് തന്നെയാണ് വരുന്നത്. അപ്പോൾ പ്ലൂറൽ ആണെങ്കിലും സബ്ജക്റ്റ് 2-3 പേരാ വരുന്നെങ്കിൽ വെർബിലും അത് തന്നെ വരത്തുള്ളൂ, 2-3 പേര്. ഓക്കെ, പിന്നെ അടുത്ത നമുക്ക് അതിന്റെ 2 ടൈപ്പ് നോക്കാം. ട്രാൻസിറ്റീവ് ആൻഡ് ഇൻട്രാൻസിറ്റീവ് വെർബാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. എ ട്രാൻസിറ്റീവ് വെർബ് സിഗ്നിഫൈസ് ആൻ ആക്ഷൻ വിച്ച് പാസസ് ഓൺ ഫ്രം ദി സബ്ജക്ട് ടു ദി ഓബ്ജക്റ്റ്. എന്ന് വെച്ചാൽ ട്രാൻസിറ്റീവ് വെർബ് എന്ന് വെച്ചാൽ അത് സൂചിപ്പിക്കുന്നത് ആക്ഷൻ ആണ്. വിച്ച് പാസസ് എന്ന് വെച്ചാൽ അത് ഫ്രം സബ്ജക്ട് ടു ഓബ്ജക്റ്റിലേക്ക് പാസ് ചെയ്യും. സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു ഒരു കാര്യം ചെയ്യുന്നതിനാണ് നമ്മൾ സബ്ജക്റ്റ് എന്ന് പറയുക. അപ്പോൾ ഓബ്ജക്റ്റ് എന്ന് വെച്ചാൽ ഒരു മനുഷ്യനോ അല്ലെങ്കിൽ ഒരു വസ്തുക്കളെയാണ് നമ്മൾ പറയുന്നത്. സോ സബ്ജക്റ്റ് ടു ഓബ്ജക്റ്റിലേക്ക് വരുന്നതിനെയാണ് നമ്മൾ ട്രാൻസിറ്റീവ് വെർബ് എന്ന് പറയുന്നത്. അതിന്റെ എക്സാമ്പിൾ നമുക്ക് നോക്കാം. ദ ഹണ്ടർ കിൽ ദി ടൈഗർ. ഹണ്ടർ എന്ന് പറയുന്നത് നമുക്കൊരു സബ്ജക്റ്റ് ആണ്. ടൈഗർ എന്ന് പറയുന്നത് ഒരു ഒബ്ജക്റ്റ് ആണ്. സോ ഹണ്ടർ ആണ് ടൈഗറിനെ കില്ല് ചെയ്യുന്നത്. സോ നമുക്കത് ഹണ്ടർ സബ്ജക്റ്റും ടൈഗർ ഒബ്ജക്റ്റും ആക്കാം. സോ അത് നമുക്ക് കണക്ഷൻ ഉണ്ട്. എന്ന് വെച്ചാൽ ഹണ്ടർ ഇപ്പൊ സബ്ജക്റ്റ് ഓബ്ജക്റ്റിനെ ഇത് ചെയ്യുന്ന പോലെ കണക്ഷൻ ഉണ്ട്. ഹണ്ടർ കിൽ ദി ടൈഗർ. ഓക്കെ, അതൊരു കണക്ഷൻ ഉണ്ട്. സോ അതാണ് നമ്മളിപ്പോ നോക്കുന്നത്. സോ നമുക്ക് ഹിയർ ദി ആക്ഷൻ ഡിനോട്സ് ദി വെർബ് കിൽഡ് പാസസ് ഓവർ ഫ്രം ദി സബ്ജക്റ്റ് ഹണ്ടർ ടു ദി ഓബ്ജക്റ്റ്.
ടൈഗർ എന്ന് വെച്ചാൽ ഈ ആക്ഷൻ സൂചിപ്പിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ വെർബ് എന്ന് പറഞ്ഞാൽ കിൽഡ് ആണ്. കിൽഡ് പാസസ്. പിന്നെ ഓവർ ദി സബ്ജക്റ്റ് ആണ് ഹണ്ടർ വരുന്നത്. പിന്നെ ഓബ്ജക്റ്റ് ആണ് ടൈഗർ വരുന്നത്. ഓക്കെ. പിന്നെ an intransitive verb denotes an action which does not pass over to the object and it make complete sense എന്ന് വെച്ചാൽ ഇൻട്രാൻസിറ്റീവ് വെർബ് ഡിനോട്ട്സ് ചെയ്യുന്നത് അതൊരു ആക്ഷനെയാണ് പറയുന്നത്. അപ്പം നമുക്കത് വെർബിന് വന്നിട്ട് സബ്ജക്റ്റ് മാത്രമേ അത് വരത്തുള്ളൂ, ഓബ്ജക്റ്റിന് അടുത്തേക്ക് വരത്തില്ല. ഓൺലി സബ്ജക്റ്റ് മാത്രമാണ് ഇത് സൂചിപ്പിക്കുന്നത്. അതിനെയാണ് നമ്മൾ ഇൻട്രാൻസിറ്റീവ് വെർബ് എന്ന് പറയുന്നത്. ഓക്കെ, അതിൻ്റെ എക്സാമ്പിൾ നമുക്ക് നോക്കാം. പക്ഷെ അതിൻ്റെ ഫുൾ ആയിട്ടുള്ളൊരു കംപ്ലീറ്റ് ആയിട്ടുള്ള സെൻസും കാണും ഫുൾ ആയിട്ടുള്ളത്. പക്ഷെ അതിൽ ഓബ്ജക്റ്റ് വരത്തില്ല, സബ്ജക്റ്റ് മാത്രമേ കാണത്തുള്ളൂ. അപ്പോൾ നമുക്ക് നോക്കാം എക്സാമ്പിൾ. നിതിൻ ഫെൽ ഡൗൺ എന്ന് വെച്ചാൽ നിതിൻ താഴെ വീണു എന്നാണ് വരുന്നത്. അപ്പോൾ ഫെൽ എന്നാണ് നമ്മൾ സബ്ജക്റ്റ് ആയിട്ട് എടുക്കുന്നത്. സോ അതിനെയാണ് നമ്മൾ ഇൻട്രാൻസിറ്റീവ് വെർബ് എന്ന് പറയുന്നത്. അപ്പോൾ നോക്കാം. ഹിയർ ദി ആക്ഷൻ ദാറ്റ് ഈസ് ഡിനോട്ട് ബൈ ദി വെർബ് ഫെൽ എന്ന് വെച്ചാൽ ഫെല്ലാണ് നമ്മൾ വെർബ്, അതാണ് ഒരു ആക്ഷനായിട്ട് എടുക്കുന്നത്. അപ്പോൾ സ്റ്റോപ്പ് വിത്ത് ദി ഡോർ ഓർ സബ്ജക്റ്റ്. അപ്പോൾ ഇതാണ് നമ്മൾ സബ്ജക്റ്റ് ആയിട്ട് പറയുന്നത്. പിന്നെ നിതിൻ, ഹെൻസ് ദ വെർബ് ഫെൽ ഈസ് ആൻ ഇൻട്രാൻസിറ്റീവ് വെർബ് എന്ന് വെച്ചാൽ ഫെല്ലിനെയാണ് നമ്മൾ ഇൻട്രാൻസിറ്റീവ് വെർബ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ട്രാൻസിറ്റീവ് വെർബ് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. സോ നിങ്ങൾക്ക് ഇതിൽ എന്തെങ്കിലും മനസ്സിലാവാത്തയുണ്ടെങ്കിൽ, ഏതെങ്കിലും സെൻറ്റൻസോ ഏതെങ്കിലും കാര്യങ്ങളോ മനസ്സിലാവാത്തയുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് എഴുതി ചോദിക്കാവുന്നതാണ്. സോ അതിനുള്ള റിപ്ലൈ ഞാൻ ഇടുന്നതായിരിക്കും. ഓക്കെ, ഇന്നത്തെ എൻ്റെ ഈ ക്ലാസ് ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. അതിനുള്ള റിപ്ലൈ ഞാൻ തരുന്നതായിരിക്കും. പിന്നെ നിങ്ങൾക്ക് അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ക്ലാസ്സുകൾ ആവശ്യമുണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. അതിനുള്ള റിപ്ലൈ ഞാൻ തരുന്നതായിരിക്കും. പിന്നെ അതിൻ്റെ ക്ലാസ്സുകൾ ഞാൻ ഉടനെ തന്നെ അപ്ലോഡും ചെയ്യുന്നതായിരിക്കും. പിന്നെ നിങ്ങൾ എൻ്റെ ഫേസ്ബുക്ക് പേജും കൂടെ ഒന്ന് ഫോളോ ചെയ്യുക. അതിലും ഞാൻ എൻ്റെ വീഡിയോ ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെൻഷൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തൊരു കുഞ്ഞ് ബെല്ലൈക്കൺ ഉണ്ടാവും, അതും കൂടി എനേബിൾ ചെയ്ത് വെക്കുക. എന്നാൽ മാത്രമേ ഞാൻ ഫ്യൂച്ചർ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. സോ അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഈ അടുത്ത വീഡിയോസിൽ ക്ലാസ്സിൽ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാവുന്നതാണ്. അപ്പോൾ എൻ്റെ അടുത്ത ക്ലാസ്സായിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ, സി യു, ടേക്ക് കെയർ.